പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്കെതിരായും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാർക്കെതിരായും പ്രവർത്തിക്കുകയും അവരുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ സഭയുടെ ഭരണഘടനയെ അനുസരിക്കാതെയും സഭയുടെ ചില സ്ഥാനങ്ങളിലിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ കുലംകുത്തികളാകുകയാണ്. അതിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ചിലരിൽ ഭദ്രാസന സെക്രട്ടറിയും പാളയം കത്തീഡ്രൽ പള്ളിയുടെ ട്രസ്റ്റിയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. വിശ്വാസികളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സഭയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് ഈ സ്ഥാനങ്ങളൊക്കെയും കൈക്കലാക്കി. അതിനുശേഷം തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് സഭയ്ക്കെതിരെ നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങൾ പരിശുദ്ധ ബാവ തിരുമേനിക്കെതിരായി സഭയിൽ കേസ് കൊടുത്തതുവരെയുണ്ട്. അതിന് ഈ കൂട്ടരുടെ എല്ലാം പിന്തുണയുമുണ്ട്. മാത്രമോ ഭദ്രാസനത്തെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാമോ അങ്ങനെയെല്ലാം ചെയ്യുന്നു. പലപ്പോഴും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഗ്രൂപ്പ് യോഗങ്ങൾ കൂടുന്നു. അതും മെത്രാപ്പോലത്തെ അനുസരിക്കാതെ ഗുരുനിന്ദയോടുകൂടി പ്രവർത്തിക്കുന്ന ഭദ്രാസന സെക്രട്ടറി വിളിച്ചു കൂട്ടുന്നു. ഇവർ വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പൊതുയോഗങ്ങൾ സഭാവിരുദ്ധമാണെന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു രഹസ്യ യോഗം വിളിച്ചു കൂട്ടി. അതിനെ ഒരു ഭദ്രാസന പ്രതിനിധി ചോദ്യം ചെയ്യുന്നത് ഒന്ന് കേട്ടുപോകൂ. എനിക്കറിയേണ്ട കാര്യം നിങ്ങൾക്ക് ഭദ്രാസന പൊതുയോഗം ഭദ്രാസന പ്രതിനിധികൾ എന്ന് പറഞ്ഞ് വിളിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ അധികാരം? ജോർജ് തോമസിന് എവിടുന്ന് കിട്ടിയ അധികാരം? മനസ്സിലായില്ല. അല്ല, ഏത് ചോദ്യം, ഏത് നിയമത്തിന്റെ പുറത്ത് ഇയാൾ ഇത് വിളിച്ചെന്ന് പറ. നിയമം പറ. 34 ഭരണഘടന അനുസരിച്ച് ഏത് നിയമത്തിൽ നിങ്ങൾക്ക് വിളിക്കായിരുന്നു? കരിങ്കാലിയുടെ കൂട്ടം വിളിക്കാം. അതിങ്ങനല്ല എഴുതേണ്ടിയേ. മണ്ഡലം വരാൻ നിങ്ങളുടെ കുടുംബ സ്വത്താന്ന മണ്ഡലത്തിൽ, കുലശേഖരം മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും ഒക്കെ വരാൻ പറയാൻ ഇതെന്തുവാ? എന്ത് തോന്നിവാസവും കാണിക്കാമോ? അല്ല, ഒരു നിയമം ഉണ്ടില്ലേ ഇതിനെല്ലാം? നിങ്ങൾ ആദ്യം ഭരണഘടന പഠിച്ചിട്ട് ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പറായിട്ടിരിക്കും. ഇയാൾക്ക് ഒരു അധികാരമുണ്ട്. അതിൽ കൂടുതൽ കളിക്കാൻ ഒരു അധികാരവും ആരും തന്നിട്ടില്ല. ആദ്യം എല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഇത് എവിടുത്തെ നിയമോ? ഇങ്ങനാണോ വിളിക്കുന്നത്? നിങ്ങൾ ഫോൺ ചെയ്ത് 10 പേരെ വിളിച്ചു കൂട്ടി എന്തെങ്കിലും സംസാരിക്കുന്ന അത് വേറെ. ഇങ്ങനാണോ എഴുതുന്നത്? ഭദ്രാസന പ്രതിനിധികൾ യോഗം ഏത് വകുപ്പിലാണ് ഞാൻ വരേണ്ടിയത്? ഹലോ, മറുപടി പറ. ഏത് വകുപ്പിലാണ് വരേണ്ടിയേ? എന്ത് തോന്നിവാസം കാണിക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ? സാധാരണക്കാരായ ജനങ്ങൾ അവർ സഭാവിശ്വാസികളാണ്. അവരെ വഴിതെറ്റിക്കുവാൻ തക്കവിധം ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിയണം. നിങ്ങളറിയാതെ നിങ്ങളും നാളെ സഭാവിരുദ്ധരായി പോവുകയാണെന്ന തിരിച്ചറിവുണ്ടാകണം. പാളയം പള്ളി ട്രസ്റ്റിയുടെ സഹോദരൻ വിരമിച്ച IAS മെത്രാപ്പോലിത്തമാർ ഇരിക്കുന്ന വേദിയിൽ തന്നെ മെത്രാപ്പോലിത്തമാരെ അവഹേളിച്ച സംഭവം ആരും മറക്കാൻ സമയമായിട്ടില്ല. സഭയ്ക്ക് നീതി കിട്ടേണ്ട സമയങ്ങളിലൊക്കെയും സഭയ്ക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത IAS ഇയാളൊക്കെ സഭയുടെ നന്മയ്ക്കാണോ സഭയുടെ തിന്മയ്ക്കാണോ പ്രവർത്തിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം ഒരു ഭദ്രാസന പ്രതിനിധി ഈ പാളയം ട്രസ്റ്റിയെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ യോഗം വിളിച്ചിരിക്കുന്നതെന്ന്. എന്നെ യോഗത്തിൽ വിളിച്ചില്ലല്ലോ. ഭരണഘടനാ വിരുദ്ധമായി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. പഴയ ഒരു സിനിമ ഡയലോഗ് പോലെ ബബബ എന്ന് പറയുകയല്ലാതെ വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. അതും ഒന്ന് കേൾക്കാം. ഹലോ, കണിയന്തര അച്ഛനാണോ? ഭദ്രാസന സെക്രട്ടറി. ഞാൻ ഒരു ഭദ്രാസന പ്രതിനിധിയാണ്. നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് എവിടെ വെച്ചാ? നാളെ അല്ല, ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലയോ നിങ്ങളൊരു മീറ്റിംഗ് ഭദ്രാസന പ്രതിനിധികളുടെയും. ഞാൻ ഏബ്രഹാം. ഞാൻ നന്തൻകോട പ്രതിനിധിയാണ്. ആ മീറ്റിംഗ് വിളിക്കാൻ അച്ഛൻ എന്ത് അധികാരമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോട്ടീസിനകത്ത് അച്ഛനാന്ന് ഇപ്പം തോമസ് ജോർജ് പറഞ്ഞു അച്ഛനാ വിളിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പം അച്ഛനോട് ചോദിച്ചു. എന്നോട് നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞു ഭദ്രാസന സെക്രട്ടറിയാ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് അച്ഛനെ വിളിച്ചത്. ഏത് നിയമം അല്ല, നോട്ടീസിൽ എന്നോട് നിങ്ങളുടെ പ്രതിനിധി പറഞ്ഞു കണിയന്തറ അച്ഛനാണ് വിളിച്ചിരിക്കുന്നത്. അച്ഛൻ 34 ഭരണഘടന അനുസരിച്ച് ഇങ്ങനെ വിളിക്കാൻ പറ്റും. അച്ഛനൊരു നിയമം പറ. അച്ഛൻ നിയമം മാത്രം പറ. ഭദ്രാസന പ്രതി കുലശേഖരം തിരുവനന്തപുരം മണ്ഡലത്തിലെ അവരെ വിളിക്കാൻ
നിയമം ഉണ്ടോ എന്ന് അച്ഛൻ അത്രയും മാത്രം പറ. മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം. അച്ഛൻ മറുപടി പറ. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുമോ? 34 ഭരണഘടന അനുസരിച്ച് ഇത് ഞാൻ വിചാരിച്ചു ഭദ്രാസന പൊതുയോഗമാണ് വിളിക്കുന്നതാണ്. കരിങ്കാലികളുടെ മീറ്റിംഗ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ പറ. റെക്കോർഡ് ചെയ്യുന്നതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ നിയമമാ ചോദിക്കുന്നത്. അച്ഛൻ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. മറുപടി ഇല്ലയോ പറയാൻ? ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനം പാലിക്കുന്ന ഭദ്രാസന സെക്രട്ടറിയും പിണിയാളുകളും നടത്തുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അറിയാതെ പോലും ആരും ചെന്ന് വീഴരുത്. മലങ്കര സഭയെ വിഘടിത യാക്കോബായ വിഭാഗത്തേക്കാൾ ക്രൂരമായി നോവിക്കുന്ന ഈ കുലംകുത്തികളെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയണം. ഇവർ സഭയുടെ വളർച്ചയല്ല, സഭയെ തളർത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല. ഇവർ സഭയെ നശിപ്പിക്കുകയാണെന്ന തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാകണം.